ഹലോ. ഓ മാതാജിയേ, ദേ കുറേ പിള്ളേര് വന്നേക്കണ്. സ്വീറ്റ് വോയിസ്. താങ്ക് യു. आप कौन है बेटा, क्या चाहिए? നമസ്കാരം അമ്മേ. എന്റെ പേര് ബാലഗോപാൽ എന്നാ. ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഞാൻ തിരുവനന്തപുരത്തുനിന്നാ. ആണോ? അമ്മേ അറിയാത്തോണ്ട് ചോദിക്കുക, നിങ്ങളൊക്കെ ആരാ? ഞങ്ങള് സന്യാസിനികളാ. ഇതൊക്കെ കണ്ടില്ലേ? മാതാ ശിവാനി. മാതാജി, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങളുടെ ട്രാവൽ പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ വന്ന. അമ്മയുടെ പേര്? എന്റെ പേര് രാമപ്രഭ. ഞാൻ മാതാ ശിവാനി ജി. ഇത് രാധാമണി, തന്നെ റാണി. വി ഓൾ ഫ്രം ഇന്ത്യ. ഓക്കേ. അമ്മേ, ആ സന്യാസിനിയുടെ പേര്? വൈശാലി. നാടോ? ബംഗാളിയാ. ബംഗാളിയാ? അല്ല, മലയാളം അറിയില്ലേ? നിനക്ക് ബംഗാളി അറിയോ? എനിക്കറിയില്ല. അതുപോലെ അവൾക്ക് മലയാളവും അറിയില്ല. അപ്പൊ എന്തെങ്കിലും പറയണമെങ്കിലോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ. വരട്ടെ. ബൈ. മറ്റുള്ളവരൊക്കെ ഓക്കെ, പക്ഷെ അവളെ കണ്ട സന്യാസിനിയാണെന്ന് പറയില്ല. കാര്യം സന്യാസിനിയാണെങ്കിലും കൊള്ളാം. ഇതെന്തോന്ന് ബാലയോ? ഇവര് രാജശില്പിയിലെ മോഹൻലാലിന്റെ ഫാനാന്ന് തോന്നുന്നു. ഇന്റർവ്യൂ ചെയ്യാം. നമസ്കാരം. हम माटी से आया, आप मोहनलाल जानते? ये മോഹൻലാൽ കോനെ? അറിയില്ലെന്നോ? മലയാളം? I know Malayalam from അയ്യോ സ്വാമിജി, I know all stars, but I don't know superstar. മോഹൻലാലിന്റെ ചെറുപ്പത്തിൽ ഇയാൾ സന്യാസിയായിരിക്കും. സ്വാമിജി, സ്വാമിയുടെ പേരെന്താ? സ്വാമിജി, സ്വാമിജി, ഞങ്ങൾക്കൊരു ഇന്റർവ്യൂ വേണം. താങ്കൾ സന്യാസിയെ മാറിയത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. റെഡി സ്വാമി. എന്റെ ജീവിതം ഒരു മെഗാ സീരിയൽ പോലെയാണ്. രാമായണം, മഹാഭാരതം ഒന്നും അടുത്ത് നിൽക്കില്ല. ഷോക്കുകൾ, ഫൈറ്റുകൾ, ട്വിസ്റ്റുകൾ, അടിക്കും മീതെ അടികൾ. ഓരോ സീനിനും ക്ലൈമാക്സ് വരെ ഉണ്ട്. ക്യാമറ ഓഫ് ചെയ്യടാ. എന്താ സ്വാമി? 1000 rupees എടുക്ക. സ്വാമി പറയട്ടെ. സ്വാമി സ്വീകരിച്ചാട്ടെ. 1996 ഞാൻ അന്നൊരു ബാങ്ക് എംപ്ലോയി ആയിരുന്നു. ലവ് മാരേജ്. തങ്കം പോലത്തെ ഭാര്യ. വൺ ഫൈൻ മോർണിംഗ് ടക് 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 ടക്. അതെന്തോന്നാ സ്വാമി? ജോഗിങ്ങിന് പോയതാ. തോക്ക് കാട്ടി പിടിച്ചു. ആരായിരുന്നു സ്വാമി അവർ? നിന്റെ തലയിൽ ആള് താമസിച്ചില്ലേ? ഏതാ നാട്? കുന്നംകുളം. എന്റെ ഈ നാട് 24 അവേഴ്സിനുള്ളിൽ 5 കോടി രൂപ കിട്ടണം. വെറും ബാങ്ക് ജോലിക്കാരനെ സ്വാമി എവിടുന്ന് 5 കോടി കൊടുക്കുന്നത്? സെയിം പോയിന്റ് ഞാനും ചോദിച്ചു. 24 years തന്നാൽ എനിക്ക് ഇത്രയും തരാൻ പറ്റില്ല സാർ. എന്താ? ഐ എം എ ബാങ്ക് എംപ്ലോയി. അതവർക്ക് മനസ്സിലായി. റിയൽ എസ്റ്റേറ്റ് ശങ്കർദാസിനെ കിഡ്നാപ്പ് ചെയ്യാനായിരുന്നു പ്ലാൻ. ആള് മാറിപ്പോയി. സോറി സാർ, അബദ്ധം പറ്റിപ്പോയി. സാരമില്ല, വിഷമിക്കണം. ഇത്രയും ദൂരം വന്നു പോയില്ലേ? ഇന്ന് രാത്രി ഇവിടെ കിടന്നിട്ട് രാവിലെ പോകുന്നതാ നല്ലത്. ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. താങ്ക് യു സാർ. ഉറക്ക ക്ഷീണം കൊണ്ട് ആ രാത്രി അവിടെ കിടന്നു പോയതാ ഞാൻ ചെയ്ത തെറ്റ്. എന്ത് പറ്റി സ്വാമി? നെക്സ്റ്റ് എപ്പിസോഡ്. ചുമ്മാതാണോ? ഓരോ സീനിന് ക്ലൈമാക്സ് ഉള്ളതാടോ. അതിനും വേണം 1000 രൂപ. മെഗാ സീരിയൽ സെറ്റപ്പ് അല്ലേ, സംജയ്? ആകെ മൊത്തം 200 കിലോമീറ്റർ കൂട്ടിക്കോ. അവൾ എന്തിനാവും സന്യാസിനിയാവാൻ പോയത്? ഇത്ര ആലോചിക്കാൻ എന്താ? ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ജീവിച്ച് 3-4 പിള്ളേരൊക്കെ ആയപ്പോ ജീവിതത്തോട് വിരക്തി തോന്നി ഇറങ്ങിയതാവും. മറയോന്തേ, ഞാൻ പറഞ്ഞത് വൈശാലിയെ കുറിച്ചാ. സോറി അളിയാ, ഞാൻ കരുതി ആ തള്ളയെ കുറിച്ചാണെന്ന്. എന്ത് രസമായിരിക്കുന്നു. നല്ല കൈപ്പുണ്യം ഉണ്ടായാലും അങ്ങനെയാ. ഏയ്, നീ എന്തിനെ കുറിച്ചാ പറഞ്ഞേ? എന്റെ പാചകത്തെ കുറിച്ച്. ഇട്ടോ വൈശാലി.
ഞാനാ ബാലഗോപാൽ. വാ നീയാ? പ്രഭ മാഡം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ് എവരിബഡി. ആ, നിങ്ങളുടെ ഈ സ്ഥലം അടിപൊളിയായിട്ടുണ്ടല്ലോ. എന്തിനാ ഇവിടേക്ക് വന്നത്? നിങ്ങളെല്ലാം കാണാൻ. ഏതായാലും ടി വിക്കാരനല്ലേ, കുറച്ച് ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. നിങ്ങൾ ഏത് മതക്കാരാ മാഡം? ഞങ്ങൾക്ക് ഒരു മതവും ഇല്ല, ഒരു റിലീജിയനുമായി ബന്ധവുമില്ല. ഞങ്ങളൊരു കമ്മ്യൂണിറ്റിന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഏത് ദൈവത്തെയാ പൂജിക്കുന്നത്? നല്ല ചോദ്യം. ഇതിനു മുമ്പ് ഞങ്ങൾ ഗണപതി, പപ്പനാഭസ്വാമി, ആര്യനാഭജി ഒക്കെ പൂജ ചെയ്തിരുന്നതാ. ശിവാനി, മാതാജി ഉച്ചത്തിൽ നീ ഇങ്ങനെ സംസാരിക്കുന്ന എന്തിനാ കുട്ടി? സോറി മാതാജി. ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ദൈവത്തിന് രൂപവും പേരും ഒന്നുമില്ല. ഞങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണ്. മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മാത്രം ആവശ്യമില്ല. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? അത് പിന്നെ നിങ്ങൾ എവിടെ താമസിക്കുന്നത്? ആശ്രമത്തിൽ. എന്നാ ഞാൻ ഇനി അവിടെ ഒന്ന് കണ്ടോളാം. അവിടേക്ക് വരാൻ പാടില്ല കുട്ടി. അങ്ങനെ പറഞ്ഞ എങ്ങനെ മാഡം? എനിക്ക് സന്യാസിമാരെന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാ. ഇവിടെ അടുത്ത് പുരുഷ സന്യാസി മഠമുണ്ട്, അവിടേക്ക് ചെന്നോളൂ. അത് ശരിയാവില്ല മാഡം. ഞാൻ നോക്കൂ കുട്ടി, ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു, നിന്റെ കോൺസെൻട്രേഷൻ തീരെ ശരിയല്ല. അത് ശരി. ഇങ്ങോട്ട് നോക്കൂ, എന്നോടല്ലേ സംസാരിക്കുന്നത്? ഞങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യണമായിരുന്നു. ആ, ചെയ്തോളൂ ചെയ്തോളൂ, എനിക്ക് യാതൊരു വിരോധമില്ല. ശിവാനി, അയാളോട് പുറത്തേക്ക് പോകാൻ പറയൂ. പതുക്കെ, പതുക്കെ. നടക്ക് നടക്ക് നടക്ക്. ബൈ മാഡം. ആ, ബൈ ബൈ. ഒക്കെ ബൈ. കേട്ട് നീ നടക്ക്, വേഗം നടക്ക്. എന്തിനു നോക്കണത്? വയലെ നോക്കി നടക്ക്, വല്ലയിടത്തും തട്ടി വീഴും. ഏയ്, അവനുടെ രൂപം പീട കാണാൻ മോശമൊന്നുമില്ല, ഒരു ആവറേജ്. ഞാൻ കേട്ടത് അവനുടെ അഴകിനെ പറ്റി അല്ലടാ. നല്ല ഹൈറ്റ് ആർക്കാനാ? എവിടുന്ന്? അണ്ണൻ്റെ അത്രയൊന്നും ഇല്ല സാർ, ഒരു ആവറേജ് ഹൈറ്റാ. നല്ല ബോഡി ഉണ്ടായിരുന്നോ? ഓ, അത്ര വലിയ ബോഡിയൊന്നുമല്ല, അതും ആവറേജ്. ആവറേജ് ഉള്ള ഒരുത്തെ അടിച്ചിട്ടാണോടാ കോമായിൽ കിടക്കുന്നത്? നിന്നെയൊക്കെ കൊണ്ട് എതുക്കടാ കൊള്ളാം. അവൻ ആവറേജ് കിടയാതെ. We have checked him again. His condition is still serious. ഇനി 24 hours കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ இதுக்கு இந்த மாதிரி நியூஸ் நீ சொன்னா நான் என்ன பண்ணுவேன்னு எனக்கே தெரியாது. മനസ്സിലായോ? I can understand your language, but I can't understand what you are saying. Anyway, don't worry. We will take care of him. ஓய் ஓய் போலீஸ்காரா, பாரு, இந்த மாதிரி சும்மா வந்து பார்த்துட்டு நின்ன முடியாது. അങ്ങനത്തെ നോട്ടം അല്ലടാ. என் கண்ணனை அடிச்ச நாய புடி. എന്റെ മോനെ അടിച്ചവനെ പിടി. அவனை கொண்டு வா. അവരെ കൊണ്ടുവാ. போயா போ. പോടാ പോ. എന്റെ അമ്മയെ എല്ലാം മനസ്സിലാകുന്നുണ്ട്. ഇവരെ ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് തമിഴ് നല്ലോണം പഠിച്ചെടുക്കണം. ഈ ലോകത്തിൽ നമുക്ക് എത്രയോ ബന്ധങ്ങളുണ്ട്. അമ്മ, അച്ഛൻ, ജ്യേഷ്ഠൻ, അനുജത്തി, സുഹൃത്തുക്കൾ, അങ്ങനെ ഒരുപാട് റിലേഷൻസ്. അതിലെല്ലാറ്റിലും വീക്കസ്റ്റ് റിലേഷൻ, ബലഹീനമായ ബന്ധം, ഹസ്ബൻഡും വൈഫുമായിട്ടുള്ളതാണ്. അത് ബലഹീനമായതുകൊണ്ടാണ് വിവാഹമോചനവും ഉണ്ടാവുന്നത്. രാമായണ കാറ്റേ ഗുഡ് മോർണിംഗ്. മോർണിംഗ് മോർണിംഗ്. ആ, എന്ത് ചെയ്യാ ചേച്ചി? ഇല കഴുക, എന്തിനാ? കറി വെക്കാൻ തന്നെ. ഞങ്ങൾ ഇതാ കഴിക്കുന്നത്. ഇലകള്, പഴങ്ങള്, കിഴങ്ങ്. അപ്പൊ ചിക്കനും മട്ടനും ഒന്നും അത് ഓർമ്മിക്കരുത്, എന്താ? എനിക്ക് സങ്കടം വരും കേട്ടോ. ഇതിനു മുൻപ് ആ. ഞാൻ വാങ്ങി നോൺ വെജ്. ആഹാ. നാണില്ലാതെ ഒരു വറ്റ് താഴോട്ട് ഇറങ്ങില്ല. അയ്യോ. ഇവിടെ വന്നതിന് ശേഷം പ്യാർ വെച്ച്. അയ്യോ പാവം. അങ്ങനെയാണെങ്കിൽ ചേച്ചി എന്തിനാ പിന്നെ സന്യാസിനാവാൻ പോയത്? എന്റെ കെട്ടിയവനോട് ഒരു ഒരു ഒരേ ഒരു കാഞ്ചീപുരം പട്ടുസാരി ചോദിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞു. അതാ. ഈ ചെറിയ കാര്യത്തിനോ? ദാ, ഇത് ചെറിയ കാര്യമൊന്നല്ല ചേർക്കാം, വലിയ കാര്യമാ. ആ. എന്താ കുട്ടി ഇത്? നോക്കുമ്പോ ഇത്തിരി മയത്തിലൊക്കെ നോക്കിക്കൂടെ? അയ്യോ മാതാജി, അങ്ങനെയൊന്നുമല്ല. അവരേതോ നോർമൽ ഡ്രസ്സ് വാഷ് ചെയ്യുന്ന കണ്ടപ്പോ ഞാനൊന്ന് കാഷ്വൽ ആയിട്ട് നോക്കിയെന്നേ ഉള്ളൂ. നിനക്ക് എന്തൊക്കെ ഉദ്ദേശം ഉണ്ടെന്ന് അറിയാം. അയ്യോ എന്റെ അമ്മേ, എന്താ മേഡം ഈ പറയുന്നത്? നിങ്ങളുടെ ഈ ആശ്രമമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യലെന്ന് വെച്ച് വന്നാ? ഏയ്, വേഗം ഷൂട്ട് ചെയ്യ്. മാതാജി പെർമിഷൻ തന്നെ വലിയ കാര്യമാ. നല്ല നല്ല ഷോട്ട്സ് എടുക്കണേ, അടിപൊളി ആശ്രമമാ. അങ്ങോട്ട് നോക്കാതടാ, നീ എന്നെ നോക്ക്. കണ്ടു മാതാജി, നല്ലപോലെ കണ്ടു. ആശ്രമത്തിൽ ആണുങ്ങൾ വരാൻ പാടില്ല ഞാൻ പറഞ്ഞതല്ലേ? ആണെന്ത് പെണ്ണെന്ത്, നിന്നിലും ആത്മാവുണ്ട്, എന്നിലും ആത്മാവുണ്ട്, മുകളിൽ സാക്ഷാൽ പരമാത്മാവും. വേദാന്തം പറഞ്ഞ് നീ എന്നെ കയ്യിലെടുക്കാൻ നോക്കണ്ട. വേലത്തര ഒരുപാട് കയ്യിലുണ്ടല്ലേ. സോറി മാഡം, വേഗം ഷൂട്ട് ചെയ്തിട്ട് പോയിക്കോളാം. ശരി.